أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ നാഥൻ ചില കൽപ്പനകൾ വഴി പരീക്ഷിച്ച സന്ദർഭം ഓർക്കുക. അപ്പോൾ അദ്ദേഹം അവയെ പൂർത്തിയാക്കി. അവൻ അല്ലാഹു പറഞ്ഞു, ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സന്തതികളിൽ നിന്നും നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. അല്ലാഹു പറഞ്ഞു, എൻ്റെ ഉടമ്പടി അധർമ്മികൾക്ക് ബാധകമാവുകയില്ല. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉള്ളിലെ നന്മയും തഖ്വയും ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു ആഗ്രഹിച്ച ആ സമയം നിങ്ങൾ ഓർക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഗുപ്തമായ ആത്മീയ ശക്തികളും കഴിവുകളും ജനങ്ങൾക്ക് ബോധ്യപ്പെടാനായി, അവരെ പരീക്ഷിക്കുന്നതിനായി അല്ലാഹു ചില കൽപ്പനകൾ നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽപ്പനകളെല്ലാം പൂർത്തിയാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ളിലെ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അത്യുന്നതമായ ശേഷി മറ്റാർക്കുമില്ലെന്ന് ഇതോടെ ലോകത്തിന് മനസ്സിലായി. ഉദാഹരണത്തിന്, തൻ്റെ ഏകമകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകാൻ അള്ളാഹു കൽപ്പിച്ചു. അദ്ദേഹം അത് പ്രവർത്തിക്കാൻ ഒരുങ്ങിയപ്പോൾ അള്ളാഹു അരുളി, നമ്മുടെ ഉദ്ദേശം അതല്ല, മറ്റൊന്നാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇപ്രകാരം വെളിപ്പെട്ടു: ഹാജറയെയും ഇസ്മായിലിനെയും ഒരു താഴ്വരയിൽ ഉപേക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അദ്ദേഹം അവരെ അവിടെ ഉപേക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ എത്ര ഭയാനകമായി തോന്നിയാലും അള്ളാഹുവിൻ്റെ ഓരോ വാക്കിനും ലബ്ബൈക്ക് എന്ന് പറയുന്നവനാണ് ഇബ്രാഹിം എന്ന് ലോകത്തിന് ബോധ്യമായി. ഇവിടെ വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബി കലിമാത്തിൻ, ഇബ്രാഹിമിനെ അദ്ദേഹത്തിൻ്റെ നാഥൻ ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കലിമാത്ത് എന്നത് ബഹുവചനമാണ്. എന്നാൽ മകനെ ബലി നൽകുന്ന സംഭവമാണ് ഇവിടെ പ്രശസ്തം. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, തീർച്ചയായും ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുന്നു എന്നതിലെ ഇമാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകത്വമല്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനോടകം തന്നെ പ്രവാചകനായിരുന്നു. ഇവിടെ ഇമാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ഒരു മാതൃകയും നേതാവുമാകുക എന്നതാണ്. ജനങ്ങൾക്ക്, അതായത് ലിന്നാസി എന്നതുകൊണ്ട് മനുഷ്യരുടെ ഒരു വലിയ സമൂഹത്തെയാണ് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനമായിരുന്നു. കാരണം അക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഏതാനും ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നോക്കൂ, ലോകത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹത്തെ നേതാവായും മാതൃകനായും കാണുന്നു. എല്ലാ പ്രവാചകന്മാരും സ്വന്തം ജനതയ്ക്ക് മാതൃകയാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ലോകത്തിന് മുഴുവൻ മാതൃകയല്ല. മുൻകാല പ്രവാചകന്മാരിൽ എല്ലാ ജനതകളും ഒരുപോലെ ആദരിക്കുന്ന വ്യക്തിത്വം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റേതാണ്. ക്രൈസ്തവർ പോലും മൂസാ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ കൂടുതൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കുന്നു. യേശുക്രിസ്തുവിനെ അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവനായി കാണുന്നത് കൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇതാണ് നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കും എന്നതിൻ്റെ അർത്ഥം. അതായത് നിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ജനങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തിത്വമായി നിന്നെ മാറ്റും. ഇസ്ലാമിലെ പ്രധാന ആരാധനയായ ഹജ്ജ് അദ്ദേഹം സ്ഥാപിച്ചതാണ്. ബലിപെരുന്നാൾ വേളയിലും ലോകം അദ്ദേഹത്തെ സ്മരിക്കുന്നു. ഷിയ സുഹൃത്തുക്കൾ പറയാറുണ്ട്,
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായ ശേഷമാണ് അള്ളാഹു അദ്ദേഹത്തെ ഇമാമാക്കിയത്. അതിനാൽ ഇമാമിന് പ്രവാചകനേക്കാൾ വലിയ സ്ഥാനമുണ്ടെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകത്വത്തിന് ശേഷമാണ് ഈ പദവി ലഭിച്ചത് എന്നത് ശരിയാണ്. എന്നാൽ ഇമാം എന്നത് പ്രവാചകത്വത്തിന് ശേഷം ലഭിക്കുന്ന വേറൊരു പദവിയാണോ എന്നതാണ് ചോദ്യം. ഇമാം എന്നാൽ അനുസരിക്കപ്പെടേണ്ടവൻ എന്നാണ് ഭാഷാർത്ഥം. എല്ലാ റസൂലുകളെയും അയച്ചിട്ടുള്ളത് അവർ അനുസരിക്കപ്പെടാനാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ പ്രവാചകത്വവും ഇമാമത്തും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അള്ളാഹു പറയുന്നു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നീ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിന്നതിനാലും പുല്ലുപോലും മുളക്കാത്ത കാട്ടിൽ കുടുംബത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായതിനാലും നിനക്കുള്ള പ്രതിഫലമായി നിന്റെ ജീവിതം ലോകാവസാനം വരെ ജനങ്ങൾക്കൊരു മാതൃകയാക്കി മാറ്റും എന്നാണ് ഇതിനർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഖാല വമിൻ സുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും ഉണ്ടാവുമോ? അള്ളാഹു അതിന് മറുപടി നൽകി, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, എൻ്റെ കരാർ അക്രമികൾക്ക് ബാധകമല്ല. ഇതിനർത്ഥം അദ്ദേഹത്തിൻ്റെ എല്ലാ സന്തതികളും അക്രമികളാകുമെന്നല്ല, മറിച്ച് അക്രമികളായവർക്ക് ഈ പദവി ലഭിക്കില്ലെന്നും സച്ചരിതരായവർക്ക് ലഭിക്കുമെന്നുമാണ്. ബനു ഇസ്രായേൽ ഈ വാഗ്ദാനത്തിന് അർഹരായിരുന്നിടത്തോളം കാലം അള്ളാഹു അത് നിറവേറ്റി. എന്നാൽ അവർ അക്രമികളായപ്പോൾ ആ വാഗ്ദാനം ഇബ്രാഹിം നബിയുടെ മറ്റൊരു ശാഖയായ ബനു ഇസ്മായിലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ബൈബിളിലും ഈ കരാറിനെക്കുറിച്ച് പരാമർശമുണ്ട്. ബനു ഇസ്രായേൽ ഈ കരാർ ലംഘിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുകയും ചെയ്തതോടെ അവർക്ക് ആ സ്ഥാനം നഷ്ടമായി. അങ്ങനെ ഈ വാഗ്ദാനം ബനു ഇസ്ഹാക്കിൽ നിന്ന് ബനു ഇസ്മായിലിലേക്ക് മാറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവൻ ഇമാമായി നിയോഗിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്ന് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിന് ഈ പദവി ലഭിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.